ഹലോ ഗൈസ്, നമുക്കിന്ന് അരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് അരി കഴുകിയിട്ട് ഊറ്റി വെക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ് വേണം, ശർക്കര വേണം, ആവശ്യത്തിന് ഏലക്കായ വേണം. ആദ്യം തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അരി കുതിർത്ത് കഴുകി മാറ്റി വെച്ചത് നമ്മളെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം കേട്ടോ. കൈ വിടാതെ തന്നെ ഇളക്കണം, ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ബ്രൗൺ കളറാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. ബ്രൗൺ കളറായി വരുന്ന കണ്ടില്ലേ? അപ്പം ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പം നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഈ അരി വറുത്തത് ഇടുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഏലക്കായ ഇടാം. പിന്നെ ആവശ്യത്തിന് എത്രയാണ് ശർക്കര നമുക്ക് മധുരം ആവശ്യം അതിനനുസരിച്ച് ശർക്കര ചേർക്കാം. ഞാൻ ശർക്കരേൻ്റെ പൊടിയാട്ടോ ചേർക്കുന്നത്. നിങ്ങളടുത്ത് ശർക്കരേൻ്റെ ആണിയാണ്, കട്ട പോലത്തെ ശർക്കരയാണുള്ളതെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് ചേർക്കാം. പിന്നെ തേങ്ങ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ്, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉരുട്ടാൻ വേണ്ടിയിട്ടാട്ടോ, ഉരുളകളാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തത്. അപ്പോൾ ഓരോ ലഡുവിൻ്റെ പോലെ ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ടിന്നിലാക്കി സൂക്ഷിച്ച് വെക്കാം. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബായ്.